Afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, Miss. Good afternoon. എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ? ഫുഡ് കഴിച്ചോ? ഓക്കെ. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. റെസ്പോൺസിബിലിറ്റി ഓഫ് നേഴ്സ് ആണ് അല്ലെ നമ്മള് പറഞ്ഞത് കഴിഞ്ഞ പ്രാവശ്യം അല്ലെ? ഇത് പറഞ്ഞായിരുന്നോ? എവിടെയാ പറഞ്ഞു നിർത്തിയത്? അവിടെ റെസ്പോൺസ് പ്രിപ്പയർ റൂം പറഞ്ഞായിരുന്നോ? ഐഡന്റിഫൈ സെൽഫ് വരെ പറഞ്ഞു മാഡം. ഐഡന്റിഫൈ സെൽഫ് വരെ പറഞ്ഞു അല്ലെ? ഇനി അടുത്തത് ഓറിയന്റ് പേഷ്യന്റ് ആണ് അല്ലെ? മൈക്ക് ഓക്കെ, മൈക്ക് ഓഫ് ചെയ്യാണ് കേട്ടോ. ഓക്കെ, അപ്പോ ഓറിയന്റ് പേഷ്യന്റ് എന്ന് പറഞ്ഞാൽ എന്താണ് മീനിങ് വരുന്നത്? പേഷ്യന്റിനെ ഓറിയന്റ് ചെയ്യുക, അതായത് ചില കാര്യങ്ങളെ കുറിച്ച് പേഷ്യന്റിനെ ബോധ്യപ്പെടുത്തുക. ദാറ്റ് ഈസ് ഓറിയന്റ് പേഷ്യന്റ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പേഷ്യന്റിനെ ബോധ്യപ്പെടുത്തുന്നത് നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളെ കുറിച്ചുള്ള അറിവാണ് പേഷ്യന്റിന് കൊടുക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇപ്പൊ പേഷ്യന്റ് ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അത് നഴ്സാണ് ആ കാര്യങ്ങള് പേഷ്യന്റിനെ ഓറിയന്റ് ചെയ്യേണ്ടത്. അതാണ് ആ കാണുന്ന പോയിന്റ്സ് മുഴുവൻ കേട്ടോ. അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്തിനെ കുറിച്ചിട്ടാണ് ആദ്യം ഓറിയന്റ് ചെയ്യുന്നത്? ലൊക്കേഷൻ ഓഫ് നഴ്സസ് സ്റ്റേഷൻ. അതായത് നഴ്സുമാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു റൂം ഉണ്ടാവുമല്ലോ വാർഡുകളിൽ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എല്ലായിടത്തും എന്തുണ്ട്? നഴ്സുമാർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു റൂം ഉണ്ട് അല്ലെ? ഓക്കെ, അപ്പോ അതിനെ കുറിച്ച് എവിടെയാണ് നഴ്സസ് സ്റ്റേഷൻ അല്ലെ? നഴ്സുമാരുടെ റൂമിനെയാണ് നമ്മൾ നഴ്സസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ എവിടെയാണ് നഴ്സസ് സ്റ്റേഷന്റെ ലൊക്കേഷൻ വരുന്നത് എന്ന് എന്ത് ചെയ്യണം? നഴ്സ് പേഷ്യന്റിനെ ഓറിയന്റ് ചെയ്യണം, പറഞ്ഞു കൊടുക്കണം. അവിടെയാണ്, ആ ലൊക്കേഷനിലാണ് നഴ്സസ് സ്റ്റേഷൻ വരുന്നതെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത്? അതായത് എന്തെങ്കിലും ആവശ്യം വരുവാണെങ്കിൽ രോഗിക്ക് എന്ത് ചെയ്യണം? നഴ്സുമാരെ പോയി വിളിക്കണമല്ലോ. അപ്പോ ആ സ്ഥലം എവിടെയാണെന്ന് കറക്റ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ പോയിന്റ് റൂം ബൗണ്ടറീസ് ആണ്. എന്താണ് റൂം ബൗണ്ടറീസ്? അതായത് ഓരോ പേഷ്യൻസിനും അവരുടേതായിട്ടുള്ള റൂം കൊടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ വാർഡ് കൊടുത്തിട്ടുണ്ടാവും അല്ലെ? ഓരോ ബെഡ് കൊടുത്തിട്ടുണ്ടാവും. വാർഡിലാണെങ്കിൽ ബെഡ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോ എന്താണ്, അതായത് തന്റെ ബെഡ് എവിടെയാണ് അല്ലെങ്കിൽ തന്റെ റൂം എവിടെയാണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം അല്ലെ? അതായത് ഒരു സ്ഥലത്ത് നിന്ന്, ഒരു ഏരിയയിൽ നിന്ന് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോ മറ്റേതെങ്കിലും പേഷ്യന്റിന്റെ റൂമോ അല്ലെങ്കിൽ ബെഡോ ആയിരിക്കും ഉണ്ടാവുക. അപ്പൊ അങ്ങോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അയാളുടെ അനുവാദം കൂടാതെ നമുക്ക് എൻട്രി നടത്താനായിട്ട് പറ്റില്ല.
അപ്പൊ കൃത്യമായിട്ട് പേഷ്യന്റ് എവിടെയാണോ, അദ്ദേഹത്തിന്റെ റൂം ബൗണ്ടറീസ് എവിടെയാണ്, എങ്ങോട്ടൊക്കെ പോകാം, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നഴ്സ് പേഷ്യന്റിനോട് വിശദമായിട്ട് പറഞ്ഞിരിക്കണം. ക്ലോത്ത് സ്റ്റോറേജ്. ക്ലോത്ത് സ്റ്റോറേജ് അതായത് എവിടെയാണ് വസ്ത്രങ്ങളൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ പേഷ്യന്റ്, ചില ഹോസ്പിറ്റലുകൾ എന്ത് കൊടുക്കാറുണ്ട്, പേഷ്യന്റിന് ഡ്രസ്സ് കൊടുക്കാറുണ്ട് അല്ലെ, ഹോസ്പിറ്റൽ ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പൊ അത് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഒരു റൂം ഉണ്ടാകും. അപ്പൊ എവിടെയാണ് ആ സ്റ്റോറേജ് റൂം വരുന്നത്, എവിടെയാണ് ക്ലോത്തുകൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ, ആ റൂം എവിടെയാണെന്നുള്ള കാര്യങ്ങൾ വിശദമായിട്ട് പേഷ്യന്റിന് പ്രൊവൈഡ് ചെയ്യണം. ദെൻ കോൾ ലൈറ്റ്. കോൾ ലൈറ്റ് എന്ന് പറഞ്ഞാൽ ഒരു അലേർട്ടിംഗ് ഡിവൈസ് ആണ് കേട്ടോ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ കോൾ ലൈറ്റിനെ കുറിച്ചിട്ട്? ഒരു അലേർട്ടിംഗ് ഡിവൈസ് ആണ്. അതായത് രോഗിക്ക് എന്തെങ്കിലും എമർജൻസി വരുന്ന ഒരു സാഹചര്യത്തിൽ, ബൈസ്റ്റാൻഡർ കൂടെ ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ, ഇപ്പൊ രാത്രിയൊക്കെ ആണെങ്കിൽ എല്ലാ പേഷ്യൻസും കിടന്നുറങ്ങുമായിരിക്കും അല്ലെ, വാർഡിലൊക്കെ ആണെങ്കിൽ. അപ്പോ നഴ്സുമാരാണെങ്കിൽ നഴ്സസ് സ്റ്റേഷനിലാണ് ഉണ്ടാവുക. അപ്പൊ പെട്ടെന്ന് ഒരു എമർജൻസി വന്നു കഴിഞ്ഞാല് പെട്ടെന്ന് തന്നെ അവരെ വിളിച്ചു വരുത്താനുള്ള ഒരു സ്വിച്ച് അല്ലെങ്കിൽ ഒരു അലർട്ടിംഗ് ഡിവൈസ് ആണെന്ത്, കോൾ ലൈറ്റ് എന്ന് പറയുന്നത്. അതായത് പേഷ്യന്റ് കിടക്കുന്ന, അതായത് ആ ഹെഡിന്റെ ഭാഗത്താണ് ഈ ഒരു അലർട്ടിംഗ് ഡിവൈസ് ഉണ്ടാവുക. പലതിലും സ്വിച്ചസ് ആയിട്ടാണ് ഉണ്ടാവുക. ആ സ്വിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാല് നഴ്സുമാര് ഉടനെ തന്നെ നഴ്സസ് ലൊക്കേഷനിൽ, അതായത് നഴ്സസ് സ്റ്റേഷനിൽ ഈ ഒരു അലർട്ട് ചെല്ലുകയും അവിടെ നിന്ന് ഉടനെ തന്നെ പേഷ്യന്റിന്റെ അടുത്ത് നഴ്സുമാര് വരികയും ചെയ്യും. ഓക്കെ, അപ്പൊ അലർട്ടിംഗ് ഡിവൈസ്, അതായത് കോൾ ലൈറ്റിനെ കുറിച്ച് എന്ത് ചെയ്തു കൊടുത്തിരിക്കണം, വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് അതിന്റെ ഓപ്പറേഷൻ വരുന്നത്, എങ്ങനെയാണ് പ്രസ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നഴ്സുമാര് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് വൺ ബെഡ് കൺട്രോൾസ് ആണ്. ബെഡ് കൺട്രോൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്, അതായത് എങ്ങനെയാണ് ബെഡ് കൺട്രോൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ്, അതായത് ചില നമുക്കറിയാം ബെഡ് റേസ് ചെയ്യാനും അതുപോലെ തന്നെ താഴ്ത്താനൊക്കെ നമുക്ക് സാധിക്കും അല്ലെ. അപ്പൊ പേഷ്യന്റ് കംഫർട്ടിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും, ബെഡ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ അതെങ്ങനെയാണത്, അതിന്റെ ഓപ്പറേഷൻ എങ്ങനെയാണ് വരുന്നത്, അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് വരുന്നത് എന്ന് നഴ്സ് എന്ത് ചെയ്യണം, വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, ദെൻ ലൈറ്റ് സ്വിച്ചസ്. ലൈറ്റ് സ്വിച്ചസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ലൈറ്റ് ഓഫ് ചെയ്യുന്നത്, എങ്ങനെയാണ് ലൈറ്റ് ഓൺ ചെയ്യുന്നത് അല്ലെ. നമുക്കിപ്പോ ഒരു വാർഡിലായാലും റൂമിലായാലും ഒക്കെ സ്വിച്ചുകൾ ഉണ്ടാവും പലതരത്തിലുള്ള. ഇപ്പൊ ലൈറ്റിന്റേതായിട്ടുള്ള സ്വിച്ചുകളൊക്കെ ഉണ്ടാവും. അത് എങ്ങനെ ഓൺ ചെയ്യാം, എങ്ങനെ ഓഫ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങൾ പറയണം. ദെൻ ടെലിഫോൺ പോളിസി. ടെലിഫോൺ പോളിസി എന്ന് പറഞ്ഞാൽ ടെലിഫോൺ നയങ്ങളാണ്. അതായത് ഏതൊക്കെ നമ്പറിലാണ് ഏതൊക്കെ കോളുകൾ ചെയ്യാം. പേഴ്സണൽ കോൾ വിളിക്കാനൊന്നും ചിലപ്പോ ആശുപത്രിയിൽ നമ്മൾ അലോ ചെയ്യില്ല അല്ലെ. അത്യാവശ്യം ക്യാൻറ്റീനിലേക്കോ അല്ലെങ്കിൽ നഴ്സസ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ മറ്റ് ഹോസ്പിറ്റലിൽ തന്നെ മറ്റേതെങ്കിലും ഒരു ഏരിയയിലോട്ടോ വിളിക്കാനായിരിക്കും, ലബോറട്ടറിയിലോട്ടോ അങ്ങനെ കോൾ ചെയ്യാനായിരിക്കും എന്ത് കൊടുത്തിരിക്കുന്നത്, പേഷ്യന്റിന് ടെലിഫോൺ കൊടുത്തിരിക്കുന്നത് അത്യാവശ്യ സന്ദർഭങ്ങളിൽ വിളിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോ അതിലത് പറയുന്നതാണ് ആരൊക്കെ വിളിക്കാം, അല്ലെങ്കിൽ നമ്പറുകൾ, വിളിക്കേണ്ട നമ്പറുകൾ ഇങ്ങനെയാണ്, അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് കൊടുക്കുന്നതിനെയാണ് ടെലിഫോൺ പോളിസി എന്ന് പറയുന്നത്. ദെൻ ടി വി കൺട്രോൾസ്. അതായത് എങ്ങനെ നമുക്ക് അറിയാം ടി വി എത്രമാത്രം, അതായത് ചില റൂമുകളൊക്കെ ആണെങ്കിൽ ഇപ്പൊ വാർഡിലായാലും അല്ലെങ്കിൽ റൂംസിലായാലും ഒക്കെ ടി വി അവൈലബിൾ ആണ് അല്ലെ. എല്ലാ മിക്ക ഹോസ്പിറ്റലിലും ടി വി നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോ ഏതൊക്കെ ചാനലുകൾ വെക്കാം, അതുപോലെ തന്നെ എത്ര സൗണ്ടിൽ വെക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണ് ഓറിയന്റ് ചെയ്യുന്നത്, നഴ്സാണ് പേഷ്യന്റിന് അവയർനെസ് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ മീൽ ടൈം. ആഹാരക്രമം അങ്ങനെയാണ്. അതായത് ആഹാരം കഴിക്കാൻ സമയം ഉണ്ടാവും അല്ലെ ആശുപത്രികളിൽ. അത് റൂമിലായാലും അതെ വാർഡിലായാലും അതെ. റൂമിൽ പിന്നെ അത്രയും കുഴപ്പമില്ല. വാർഡിലൊക്കെ ആണെങ്കിൽ ഇന്ന സമയത്താണ് എന്ത് ചെയ്യാ, പേഷ്യന്റിന്റെ ആഹാരം അല്ലെ, അവര് ആഹാരം കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നത്. അപ്പോ അതിന്റെ സമയക്രമം അങ്ങനെയാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മീൽ ടൈംസിൽ വരുന്നത്. ദെൻ വിസിറ്റിംഗ് അവേഴ്സ്. വിസിറ്റിംഗ് അവേഴ്സിൽ എന്താ പറയുന്നേ, അതായത് ഇപ്പോ പേഷ്യന്റിനെ കാണാനായിട്ട് ധാരാളം വിസിറ്റേഴ്സ് വരുമല്ലോ. അപ്പൊ ഫാമിലി മെമ്പേഴ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ എന്താണ് വരാറുണ്ട്. അപ്പൊ എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റില്ല, ഹോസ്പിറ്റലിൽ അവരെ ചെന്ന് കാണാനായിട്ട് പറ്റില്ല. എല്ലാ സമയത്തും വിസിറ്റേഴ്സിന് എൻട്രി കൊടുക്കാറില്ല ഹോസ്പിറ്റൽസ് അല്ലെ. അങ്ങനെ കൊടുക്കാറുണ്ടോ? എല്ലാ സമയത്തും വിസിറ്റേഴ്സിനെ പ്രവേശിപ്പിക്കാറുണ്ടോ ഹോസ്പിറ്റലുകളിൽ? നമുക്ക് ഒന്ന് കമന്റ് ചെയ്തേ.
എല്ലാ സമയത്തും പ്രവേശിപ്പിക്കാറുണ്ടോ വിസിറ്റേഴ്സിനെ? ഇല്ല അല്ലെ. ഇന്നൊരു ടൈം കൊടുക്കും. ഒരു 11 മണി തുടങ്ങി 12:30 വരെയോ, അല്ലെങ്കിൽ ഉച്ച തിരിഞ്ഞിട്ട് 2:30 തുടങ്ങി 4:30 വരെയോ, പിന്നെ വൈകുന്നേരം, അങ്ങനെ ഓരോ സമയത്തും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒക്കെ ഇന്ന് സമയം ഉണ്ടാവും അല്ലെ കയറാനായിട്ട് വിസിറ്റേഴ്സിന്. അപ്പൊ എപ്പോഴാണ് വിസിറ്റിംഗ് ടൈം എന്നുള്ളത് പേഷ്യന്റിനെ അവയർനെസ് കൊടുക്കുക എന്നുള്ളത് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എന്താണ് ഡയറ്റ് എന്ന് പറഞ്ഞത്, അതായത് എന്തൊക്കെ ഭക്ഷണങ്ങളാണ് പേഷ്യന്റ് കഴിക്കേണ്ടത്. ചില കണ്ടീഷനിലുള്ള രോഗാവസ്ഥയിലുള്ള ആളുകൾക്ക് ചില എന്താ പറയാ ഭക്ഷണം കഴിക്കാനായിട്ട് പറ്റില്ല അല്ല, എല്ലാ ഭക്ഷണങ്ങളും കഴിക്കാനായിട്ട് പറ്റിയെന്ന് വരില്ല. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ചില ലിമിറ്റേഷൻസ് ഉണ്ട് ഫുഡ് കഴിക്കുന്നതിന്. അപ്പൊ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഭക്ഷണം മാത്രമാണ് എന്ത് ചെയ്യുക കഴിക്കാനായിട്ട് സാധിക്കുക. അപ്പോ ആ തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ നിർബന്ധമായിട്ടും ഉച്ചയ്ക്ക് ഈ ഭക്ഷണം കഴിക്കണം, വൈകുന്നേരം ഈ ഭക്ഷണം കഴിക്കണം എന്ന് കൃത്യമായിട്ടുള്ളൊരു എന്താ പറയാ പ്ലാനിങ്ങോട് കൂടിയിട്ടായിരിക്കും നഴ്സ് എന്ത് ചെയ്യുക ഡയറ്റ് കൊടുക്കുക. എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഭക്ഷണത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്താം അല്ലെങ്കിൽ ഉൾപ്പെടുത്താതിരിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ എന്ത് കൊടുക്കാറുണ്ട്, നഴ്സ് കൊടുക്കാറുണ്ട്. ദാറ്റ് ഈസ് ഡയറ്റ്. ഓക്കെ. Then next one, safety measures, side rails. എന്താണ് സൈഡ് റെയിൽസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ സൈഡ് റെയില്? സൈഡ് റെയിൽ എന്താ? ഒരു സേഫ്റ്റി മെഷർ ആയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. കൈപ്പിടി എന്ന് പറയുമല്ലോ നമ്മൾ. അതായത് സൈഡ് റെയിൽ ഈസ് എ ബാരിയർ അറ്റാച്ച്ഡ് ടു ദ ബെഡ്. നമ്മൾക്കറിയാം പേഷ്യന്റ് കിടക്കുമ്പോൾ പേഷ്യന്റ് ബെഡിൽ എന്തുണ്ടാകും? സൈഡ് റെയിൽ ഉണ്ടാകും, രണ്ട് സൈഡിലായിട്ട് അല്ലെ. കണ്ടിട്ടുണ്ടാവുമല്ലോ സൈഡ് റെയില്. ബെഡില് ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ഇരുമ്പ് ബാരിയർ ആണെന്ത് സൈഡ് റെയിൽ എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് സൈഡ് റെയിൽ ബെഡില് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടായിരിക്കും സൈഡ് റെയിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? പേഷ്യന്റ് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ. പേഷ്യന്റ് സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് അല്ലെ. അതായത് ഉറങ്ങുന്ന സമയത്തൊക്കെ ആണെങ്കിൽ പേഷ്യന്റ് ചിലപ്പോൾ എന്താണ് വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അല്ലെ. ഇപ്പൊ ഭിത്തിയൊക്കെ ഇല്ലാത്ത, നമ്മൾ വോളൊക്കെ ഇല്ലാത്ത സ്ഥലത്താണ് നമ്മൾ കിടക്കുന്നതെങ്കിൽ രണ്ട് സൈഡ് എന്താണ് വീഴാൻ സാധ്യതയുണ്ട്, ചാൻസ് കൂടുതലാണ്. അപ്പോ എന്ത് ചെയ്യാറുണ്ട്? സൈഡ് റെയില് ബെഡില് അറ്റാച്ച് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പൊ പേഷ്യന്റ് വീഴാതിരിക്കാൻ, പേഷ്യന്റ് സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് സൈഡ് റെയില് പ്രവർത്തിക്കുന്നത് അല്ലെ, അല്ലെങ്കിൽ അത് ഒരു ടൂളാക്കി എടുക്കുന്നത്. അപ്പൊ ഇത് എന്തിനു വേണ്ടി, അതായത് ഇതിന്റെ ഉപയോഗം എങ്ങനെയാണ്, സൈഡ് റെയിൽ എങ്ങനെയാണ് അത് വർക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഉപയോഗശേഷം മടക്കി വെക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ഇൻഫോർമേഷൻ ആണ് നഴ്സ് ഇവിടെ കൊടുക്കുന്നത്. ഓക്കെ. ഒന്ന് സൈഡിൽ ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. സൈഡ് റെയിൽ ഈസ് എ ബാരിയർ അറ്റാച്ച്ഡ് ടു ദ ബെഡ്. സൈഡ് റെയിൽ ഈസ് എ ബാരിയർ അറ്റാച്ച്ഡ് ടു ദ ബെഡ്. ഓക്കെ. Then next one ആണ് ടൈം ഫോർ ഡോക്ടേഴ്സ് വിസിറ്റ്. അതായത് ഡോക്ടേഴ്സ് വിസിറ്റ് ചെയ്യുന്ന സമയം എപ്പോഴാണെന്ന് നഴ്സുമാര് പറഞ്ഞു കൊടുക്കാറുണ്ട് അല്ലെ. ചിലപ്പോൾ ഡോക്ടർ വരുന്ന സമയത്തായിരിക്കും പേഷ്യന്റ് ചിലപ്പോൾ കുളിക്കാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ പുറത്തേക്ക് ആഹാരം കഴിക്കാനായിട്ട് പോകുന്നത്, ക്യാൻറ്റീനിലൊക്കെ പോവാല്ലേ ചില പേഷ്യൻസ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഡോക്ടർ വരുമ്പോൾ ഡോക്ടർ ആ പേഷ്യന്റ് മാത്രമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് വരില്ല അല്ലെ. എല്ലാ രോഗികളെയും കോമൺ ആയിട്ട് എന്താണ് പരിശോധിക്കാൻ വരുന്ന ഒരു സമയത്ത് മാത്രമാണ് എല്ലാവരും അവര് നോക്കുക. രോഗികൾക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു ടൈം ഒന്നുമില്ല. അപ്പൊ ഡോക്ടർ വരുന്ന സമയത്ത് രോഗി നിർബന്ധമായിട്ട് എവിടെ ഉണ്ടായിരിക്കണം? റൂമിൽ അല്ലെങ്കിൽ വാർഡിൽ ഉണ്ടായിരിക്കണം. അപ്പൊ ആ സമയം ഒന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ സമയത്തിൽ എന്ത് ചെയ്യില്ല, രോഗി പുറത്തേക്കോ അല്ലെങ്കിൽ വാഷ്റൂമിലോ ഒന്നും പോകില്ല. ഓക്കെ. അപ്പൊ അതെന്ത് ചെയ്യണം? നഴ്സ് വിശദമായിട്ട് പറഞ്ഞു കൊടുക്കണം. Then last one is what tests are scheduled. പിന്നെ ഏതൊക്കെ ടെസ്റ്റുകളാണ് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് പേഷ്യന്റിന് വേണ്ടിയിട്ട്? ഇപ്പോ ഷുഗർ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം എല്ലാ ദിവസവും ഫാസ്റ്റിംഗിൽ അല്ലെ, ആഹാരത്തിന് മുമ്പും ആഹാരത്തിന് ശേഷവും എന്ത് ചെയ്യണം? ഷുഗർ നോക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. ഇനി യൂറിൻ കംപ്ലൈന്റ് ഉള്ള വ്യക്തികളാണെങ്കിൽ എല്ലാ ദിവസവും യൂറിൻ ചെക്ക് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പൊ എന്തൊക്കെ ടെസ്റ്റുകളാണ് ഓരോ ദിവസം ചെയ്യേണ്ടത്, ഏത് സമയത്ത് എന്തൊക്കെ ടെസ്റ്റ് ചെയ്യാം, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ടുള്ള ഇൻഫോർമേഷൻ കൊടുക്കുന്നത് ആരാണ്? നഴ്സാണ്. ഓക്കെ. ക്ലിയർ ആയി പറഞ്ഞത്?
ഓക്കെ ആണോ? അപ്പൊ അതിനകത്ത് കോൾ ലൈറ്റ് ഒരു അലേർട്ടിംഗ് ഡിവൈസ് ആണെന്ന് എഴുതാം കേട്ടോ. പിന്നെ സൈഡ് റെയിൽസിനെ കുറിച്ചിട്ടാണ് ഞാൻ 2 സെന്റൻസ് പോലെ പറഞ്ഞത് കേട്ടോ. ഓക്കെ, അപ്പൊ ലൊക്കേഷൻ ഓഫ് നഴ്സസ് സ്റ്റേഷൻ, റൂം ബൗണ്ടറീസ്, ക്ലോത്ത് സ്റ്റോറേജ്, കോൾ ലൈറ്റ്, ബെഡ് കൺട്രോൾസ്, ലൈറ്റ് സ്വിച്ചസ്, ടെലിഫോൺ പോളിസി, TV controls, meal times, visiting hours, diet, safety measures, side rails, time for doctor's visit, what tests are scheduled. ഇത്രയുമാണ് ഇതിനകത്തുള്ളത് കേട്ടോ. ഇനി അതുപോലെ തന്നെ വേറൊരു പോയിന്റ് പറയുന്നുണ്ട്, ഗ്യാദർ ഇൻഫോർമേഷൻ റിലേറ്റഡ് ടു, അതായത് താഴെ പറയുന്ന കാര്യങ്ങളുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നേഴ്സ് ശേഖരിക്കേണ്ടതുണ്ട്. താഴെ ചില പോയിന്റ്സ് പറയുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് ആരാണ് കളക്ട് ചെയ്യേണ്ടത്? നേഴ്സാണ് കളക്ട് ചെയ്യേണ്ടത്. അത് എന്തൊക്കെ വിവരങ്ങളാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, മെഡിക്കൽ ഓർഡേഴ്സ്, അതായത് ഫിസീഷ്യന്മാരിൽ നിന്നും അല്ലെങ്കിൽ ഡോക്ടേഴ്സിൽ നിന്നും മെഡിക്കൽ ഓർഡറുകൾ ആരാണ് കളക്ട് ചെയ്യുക? നേഴ്സാണ് കളക്ട് ചെയ്യുക. അതായത് നമുക്കറിയാം ഡോക്ടേഴ്സ് നേഴ്സ് ഇവര് തമ്മിലാണ് കൂടുതലും ഡിസ്കഷൻസ് നടക്കുക അല്ലെ. ഒരു വാർഡിലാണെങ്കിലും അല്ലെങ്കിൽ റൂമിലാണെങ്കിലും ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പറയുന്നത് ഡോക്ടർ ആരോടാ? നേഴ്സിനോടായിരിക്കും. അപ്പോ ഈ ഒരു ഡോക്ടറിന്റെ മെഡിക്കൽ ഓർഡർ, അതായത് അദ്ദേഹം പറയുന്ന കാര്യങ്ങള് എന്താണ് ടോട്ടലായിട്ട് കളക്ട് ചെയ്ത് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നത് നേഴ്സാണ്. ഓക്കെ, അപ്പൊ മെഡിക്കൽ ഓർഡേഴ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്യുന്നത് ആരാണ്? നേഴ്സാണ്. ദെൻ ട്രീറ്റ്മെന്റ്, ഓക്കെ, അതായത് ചികിത്സാ വിധികൾ എന്തൊക്കെയാണ് രോഗിക്ക് ചികിത്സ നൽകുന്നത്, ഏതൊക്കെ കാര്യങ്ങളാണ് ഡോക്ടർ അഡ്വൈസ് ചെയ്തിട്ടുള്ളത്, അങ്ങനെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും കളക്ട് ചെയ്യുന്നത് ആരാണ്? നേഴ്സാണ് കളക്ട് ചെയ്യുക. ദെൻ ലാബ് റിസൾട്ട്, അതായത് പേഷ്യന്റിന് ഇപ്പോ ലാബ് ടെസ്റ്റുകൾ, ലബോറട്ടറിയിൽ ടെസ്റ്റുകൾ എന്തെങ്കിലും നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടുകൾ ചിലപ്പോ നേഴ്സ് ആയിരിക്കും ചെന്ന് കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടെസ്റ്റുകൾ, പിന്നെ മറ്റ് പല പരിശോധനകളുടെയും റിസൾട്ടുകൾ. ഇപ്പോ എന്താ പറയാ, ഇപ്പോ ലാബ് ടെസ്റ്റ് അല്ലാതെ മറ്റു പല പരിശോധനകൾ ഉണ്ടാവില്ല. എക്സ്റേ ഉണ്ടാവാം, MRI ഉണ്ടാവാം, CT ഉണ്ടാവാം, അതിന്റെയൊക്കെ റിസൾട്ടുകൾ. ഓക്കെ, ദാറ്റ് ടെസ്റ്റ്. പിന്നെ നെക്സ്റ്റ് വൺ ഡയറ്റ്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്, ഭക്ഷണക്രമത്തിൽ വരുത്തേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ, അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ കളക്ട് ചെയ്യേണ്ടതും ആരാണ്? നേഴ്സാണ്. പിന്നെ ആക്ടിവിറ്റി, ഇപ്പൊ ചില പേഷ്യൻസിന് നമ്മൾ ഫിസിയോതെറാപ്പി പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. വാർഡിൽ കിടക്കുന്ന പേഷ്യൻസ് ആയാലും റൂമിൽ കിടക്കുന്ന പേഷ്യൻസ് ആയാലും ഫിസിയോതെറാപ്പി ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഡോക്ടേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് കൂടുതൽ കളക്ട് ചെയ്യേണ്ടത് ആരാണ്? അത് പേഷ്യന്റുമായി ഷെയർ ചെയ്യേണ്ടതും ആരാണ്? നേഴ്സാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഗ്യാദർ ഇൻഫോർമേഷനിൽ വരുന്നത് കേട്ടോ. ഓക്കെ, നമ്മള് ഫസ്റ്റ് പറഞ്ഞ പോലെ അത്ര ഇമ്പോർട്ടന്റ് അല്ല. തേർഡ് പോയിന്റ് ഓറിയന്റഡ് പേഷ്യന്റ് ആണ് കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? അടുത്തത് പറഞ്ഞോട്ടെ. ഇനി അടുത്തത് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. പ്രിലിമിനറി ഒബ്സർവേഷൻ ഓഫ് പേഷ്യന്റ്, അതായത് പേഷ്യന്റ് വന്നു കഴിയുമ്പോൾ പേഷ്യന്റിന്റെ പ്രാരംഭഘട്ടത്തിൽ, അതായത് വരുന്ന ആ ഒരു സമയത്തുണ്ടല്ലോ പ്രിലിമിനറി സ്റ്റേജിൽ എന്തൊക്കെയാണ് ഒബ്സർവേഷൻ നടത്തുന്നതെന്ന് നമുക്ക് നോക്കാം. The first few moments with a patient facial expression will denote his emotional reactions and the presence of pain, fatigue. അതായത് രോഗിയെ കാണുന്ന ആദ്യ നിമിഷത്തിൽ അദ്ദേഹത്തിന്റെ മുഖഭാവം ശ്രദ്ധിക്കണം. ഫേഷ്യൽ എക്സ്പ്രഷൻ ആര് ശ്രദ്ധിക്കേണ്ടതുണ്ട്? നേഴ്സ് ശ്രദ്ധിക്കേണ്ടതിന്. നേഴ്സിന്റെ ഒരു ഡ്യൂട്ടി ആണ് പറയുന്നത്. ഫസ്റ്റ് ഒരാൾ വരുമ്പോൾ, ഒരു രോഗി വരുമ്പോൾ അദ്ദേഹത്തിന്റെ ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം. ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിച്ചാൽ മാത്രമാണ് അദ്ദേഹം എന്തുമാത്രം പെയിൻ അനുഭവിക്കുന്നുണ്ട്, അതുപോലെ എത്രമാത്രം അദ്ദേഹം ക്ഷീണിതനാണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ കേട്ടോ. പെയിൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, വേദന എന്നാണ്. ഫാറ്റിക് എന്ന് പറഞ്ഞാൽ തളർച്ച അല്ലെങ്കിൽ ക്ഷീണം എന്ന് പറയാം. ഓക്കെ,
അപ്പോ ആദ്യം തന്നെ നേഴ്സ് എന്താ ശ്രദ്ധിക്കേണ്ടത്? ഒരു രോഗി വരുമ്പോൾ അദ്ദേഹത്തിന്റെ മുഖഭാവം അല്ലെങ്കിൽ ഫേഷ്യൽ എക്സ്പ്രഷൻ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ആ മുഖഭാവത്തിൽ നിന്ന് അല്ലെങ്കിൽ ആ ഫേഷ്യൽ എക്സ്പ്രഷനിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അദ്ദേഹം പെയിൻ അനുഭവിക്കുന്നുണ്ടോ, അദ്ദേഹം ഫാറ്റിക് ആണോ, ക്ഷീണിതനാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, എനി ഡിസ്കളറേഷൻ ഓഫ് സ്കിൻ സച്ച് ആസ് ജോണ്ടിസ്, സൈനോസിസ്, facial paralysis should be noted. Further observation can be made giving care to the client. പിന്നെ ഞാൻ പറഞ്ഞു ഫേഷ്യൽ എക്സ്പ്രഷൻ നോക്കുന്നതിനൊപ്പം തന്നെ രണ്ടാമത് നോക്കേണ്ട ഒരു കാര്യം ത്വക്കിന്റെ നിറം മാറുന്നുണ്ടോ എന്ന് നോക്കണം. അതായത് നമ്മുടെ സ്കിന്നിണ്ടല്ലോ, ആ സ്കിന്നിന് കളർ ചേഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. ഇപ്പൊ ജോണ്ടിസ്, അതുപോലെ തന്നെ സൈനോസിസ്, അങ്ങനെ അതുപോലെ തന്നെ എന്താ പറയാ പാരാലിസിസ്, ഫേഷ്യൽ പാരാലിസിസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫേഷ്യൽ എക്സ്പ്രഷനിൽ വ്യത്യാസം ഉണ്ടാവാം. ജോണ്ടിസ് എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ മഞ്ഞപ്പിത്തമാണ് അല്ലെ, അതായത് നമ്മുടെ സ്കിന്ന് മഞ്ഞ കളറിൽ അല്ലെങ്കിൽ കണ്ണൊക്കെ മഞ്ഞ കളറിലാവാനായിട്ട് നമ്മുടെ കണ്ണിന്റെ ഭാഗം അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ഭാഗം യെല്ലോയിഷ് കളറിൽ വരാനായിട്ട് സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ഫേഷ്യൽ പാരാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തിന്റെ ഒരു ഭാഗം കോടിപ്പോവാന്ന് പറയും. സ്ട്രോക്ക് ഒക്കെ വരുമ്പോൾ സംഭവിക്കുന്നതാണ് അല്ലെ. അത് ഒരു ഭാഗം ഇങ്ങനെ ഭയങ്കര വേറെ വികൃതമായിട്ടിരിക്കും. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? നോട്ട് ചെയ്യേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അതിന്റെ ലക്ഷണങ്ങൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഐഡന്റിഫൈ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു രോഗമാണ്, അതിനനുസരിച്ച് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെന്റ് കൊടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഞാൻ പറഞ്ഞത് എന്താണ്? ഫേഷ്യൽ എക്സ്പ്രഷൻ വെച്ചിട്ട് അവരെ ഐഡന്റിഫൈ ചെയ്തത്, അവരുടെ പേഷ്യൻസ് ആരോ അവരുടെ മുഖഭാവം ശ്രദ്ധിക്കണം. ആ മുഖഭാവത്തിൽ നിന്ന് മനസ്സിലാവും അവര് ക്ഷീണിതനാണോ, അവര് പെയിൻ അനുഭവിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാവും. രണ്ടാമത്തേന്ന് പറയുന്നത് സ്കിന്നിന്റെ നിറം മാറുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ജോണ്ടിസ്, സൈനോസിസ്, ഫേഷ്യൽ പാരലിസിസ് പോലുള്ള അസുഖങ്ങള് ഇങ്ങനെയുള്ള അസുഖങ്ങളുമായിട്ട് വരുന്ന ആളുകളാണെങ്കിൽ കൂടുതലായിട്ട് അവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് പറയാലോ. അടുത്ത പറഞ്ഞോട്ടെ. ഓക്കെ, നെക്സ്റ്റ് വൺ ആണ് ചാർട്ടിങ് എന്ന് പറയുന്നത് കേട്ടോ. ചാർട്ടിങ് നമുക്ക് നോക്കാം. ചാർട്ടിങ് എന്ന് പറഞ്ഞാൽ രേഖപ്പെടുത്തുക എന്നാണ്. ഓക്കെ, രേഖപ്പെടുത്തുക എന്നാണ് കേട്ടോ. എങ്ങനെയാണ് രേഖപ്പെടുത്തുന്നത്? ചാർട്ടിങ് നടത്തുന്നത് എന്താണ്? ചാർട്ടിങ് ആരാ നടത്തുന്നേ? സൈനോസിസ് എന്ന് പറഞ്ഞാൽ ഒരു രോഗാവസ്ഥ തന്നെയാണ്, ഇതുപോലെ തന്നെ കേട്ടോ. ചാർട്ടിങ് നടത്തുന്നത് ആരാണ്? നേഴ്സാണ് നടത്തുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്ന് കേട്ടോ. ഫസ്റ്റ് വൺ, റെക്കോർഡ് ഓൾ ദ ബേസിക് ഇൻഫോർമേഷൻ ഇൻ ദ പേഷ്യന്റ് റെക്കോർഡ്. ആദ്യം തന്നെ എന്ത് ചെയ്യണം? രോഗിയുടെ ഫുൾ ഡീറ്റെയിൽസ് കളക്ട് ചെയ്യണം. ഓക്കെ, പേഷ്യന്റിന്റെ ഫുൾ ഡീറ്റെയിൽസ് റെക്കോർഡില് രേഖപ്പെടുത്തണം. രണ്ടാമത്തത്, ക്ലിയർലി മെൻഷൻ അഡ്മിഷൻ ഡേറ്റ്, ടൈം, പേഷ്യൻസ് ഡീറ്റെയിൽ, കംപ്ലൈന്റ്സ് ഓഫ് ദ ക്ലയന്റ്സ്, എനി അലർജീസ് ആൻഡ് പേഷ്യൻസ് മെന്റൽ സ്റ്റേറ്റസ്. പിന്നെന്താണ് പറയുന്നത്? അതായത് ഈ റെക്കോർഡിൽ ചാർട്ടിങ് നടത്തുമ്പോൾ അത് നടത്തുന്ന റെക്കോർഡിൽ ക്ലിയർ ആയിട്ട് ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്തിരിക്കണം. അതായത് രോഗിയുടെ അഡ്മിഷൻ ഡേറ്റ്, പേഷ്യന്റ് അഡ്മിഷൻ ഡേറ്റ് എന്നാണ്, രോഗി വന്ന സമയം എന്നാണ്, അഡ്മിഷൻ എടുത്ത സമയം എപ്പോഴാണ്, അതുപോലെ തന്നെ പേഷ്യന്റ് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും അലർജീസ് ഉണ്ടോ, അതായത് ചില ആളുകൾക്ക് മരുന്നുകൾക്ക് അലർജീസ് ഉണ്ടാവും അല്ലെ, മെഡിസിൻ അലർജി ഉണ്ടാവും, അപ്പോ അതെന്തെങ്കിലും ഉണ്ടോ, അതുപോലെ തന്നെ പേഷ്യന്റ് വരുന്ന സമയത്ത് അദ്ദേഹത്തെ മെന്റൽ സ്റ്റേറ്റസ്, അദ്ദേഹത്തിന്റെ മാനസിക നില എന്താണ്, ഇത്തരത്തിലുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങള് നേഴ്സ് എന്ത് ചെയ്തിരിക്കണം? റെക്കോർഡ് ചെയ്തിരിക്കണം. ഒന്ന് അണ്ടർലൈൻ ചെയ്തു പോവാ കേട്ടോ. എന്തൊക്കെ കാര്യങ്ങളാണ് മെൻഷൻ ചെയ്യേണ്ടത് ചാർട്ടിങ്ങില്? അഡ്മിഷൻ ഡേറ്റ് ഉണ്ട്, ടൈം ഉണ്ട്, അതുപോലെ കംപ്ലൈന്റ് ഓഫ് ദ പേഷ്യന്റ്, ദെൻ അലർജീസ് ആൻഡ് പേഷ്യന്റ് മെന്റൽ സ്റ്റേറ്റസ്. ഓക്കെ, ദെൻ മൂന്നാമത്തെ പോയിന്റ്, റെക്കോർഡ് ഇൻ അഡ്മിഷൻ രജിസ്റ്റർ, ട്രീറ്റ്മെന്റ് ബുക്ക്, റിപ്പോർട്ട് ബുക്ക്, മെഡിക്കൽ ലീഗൽ കേസ് MLC രജിസ്റ്റർ, update ward census and nurses notes.
അതുപോലെ തന്നെ രോഗിയുടെ വിവരങ്ങള് അഡ്മിഷൻ രജിസ്റ്ററിൽ രേഖപ്പെടുത്തേണ്ടതുണ്ട്, ട്രീറ്റ്മെന്റ് ബുക്കില്, റിപ്പോർട്ട് ബുക്കില്, അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ മെഡിക്കൽ ലീഗോ കേസിലാണെങ്കിൽ അതിന്റെ രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. പിന്നെ അതുപോലെ തന്നെ വാർഡ് സെൻസസ്, ഇപ്പൊ വാർഡിൽ എത്ര പേരുണ്ട്, ഇപ്പൊ പേഷ്യന്റ് കിടക്കാനായിട്ട് സ്ഥലമുണ്ടോ, ബെഡ് അവൈലബിൾ ആണോ എന്ന് എന്ത് ചെയ്യേണ്ടതുണ്ട്, നഴ്സസ് നോക്കേണ്ടതുണ്ട് അല്ലെ. അതിനെയാണ് വാർഡ് സെൻസസ് എന്ന് പറയുന്നത് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യൻസ് ഇൻ ദ വാർഡ്, അതാണ് വാർഡ് സെൻസസ് കേട്ടോ. ടോട്ടൽ നമ്പർ ഓഫ് പേഷ്യന്റ് ഇൻ ദ വാർഡ്, ദാറ്റ് ഈസ് വാർഡ് സെൻസസ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നഴ്സസ് നോട്ട്സ്, അതായത് നഴ്സുമാർക്ക് പ്രത്യേകമായിട്ട് ചില ബുക്കുകളുണ്ട്, നോട്ടുകളുണ്ട്. അപ്പൊ അതിനകത്ത് എന്ത് ചെയ്തിരിക്കണം, ഈ പേഷ്യന്റിനെ കുറിച്ചും അതുപോലെ തന്നെ അവരുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസും എന്ത് ചെയ്തിരിക്കണം, രേഖപ്പെടുത്തി വെച്ചിരിക്കണം. ഓക്കെ. നെക്സ്റ്റ് വൺ, ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂവിംഗ് സിസ്റ്റം. അതായത് ഫിസിക്കൽ അസസ്മെന്റ് നടത്തണം. അതായത് നമുക്കറിയാം, അതായത് ഇനീഷ്യൽ അസസ്മെന്റ് ഉണ്ടല്ലോ, വന്നു കഴിഞ്ഞാൽ BP ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ പൾസ് ചെക്ക് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയുള്ള അസസ്മെന്റ് നടത്തിയിട്ട് അതും രേഖപ്പെടുത്തി വെക്കണം. ദാറ്റ് ഈസ് ഫിസിക്കൽ അസസ്മെന്റ് ബൈ റിവ്യൂവിംഗ് സിസ്റ്റം. ദെൻ പേഷ്യൻസ് കംഫർട്ട്, അതായത് പേഷ്യന്റ് കംഫർട്ടബിൾ ആണോ, ഓക്കെ ആണോ എന്ന് കൂടി അറിഞ്ഞിരിക്കേണ്ട ആവശ്യകത നഴ്സിനുണ്ട് കേട്ടോ. പേഷ്യന്റ് കംഫർട്ട് ആണോ എന്ന് നോക്കണം. Then collect information for database. പിന്നെ ഡാറ്റാബേസിലുള്ള വിവരങ്ങൾ കളക്ട് ചെയ്ത്, അതായത് കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തി വെക്കണം. സിസ്റ്റം ഉണ്ടാവുമല്ലോ നഴ്സസ് സ്റ്റേഷനില്, അതിനകത്ത് എന്ത് ചെയ്തിരിക്കണം, പേഷ്യന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും രേഖപ്പെടുത്തി വെക്കണം. Then last one, obtain physician order for the lab test medical activity. അതുപോലെ തന്നെ എന്ത് ചെയ്തിരിക്കണം, ഫിസിഷ്യന്റെ ഓർഡർ ഒബ്റ്റെയിൻ ചെയ്തിരിക്കണം. അതായത് ഡോക്ടർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ ശരിയായിട്ട് പാലിക്കുക. അതുപോലെ തന്നെ ഡോക്ടർ പറയുന്ന ചില ഓർഡറുകൾ, ഇപ്പൊ ലാബിൽ നിന്നാണെങ്കിലും അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു മെഡിക്കൽ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ലാബ് ടെസ്റ്റ് റിസൾട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒബ്റ്റെയിൻ ചെയ്യുക, അത് കളക്ട് ചെയ്യുക എന്നുള്ളതും നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ക്ലിയർ ആണോ? വാർഡ് സെൻസസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പേഷ്യന്റ്, നമ്പർ ഓഫ് ടോട്ടൽ പേഷ്യന്റ് ഇൻ ദ വാർഡ്, നമ്പർ ഓഫ് ടോട്ടൽ പേഷ്യന്റ് ഇൻ ദ വാർഡ്, വാർഡിലെ മൊത്തം ആളുകളുടെ എണ്ണമാണ് കേട്ടോ വാർഡ് സെൻസസ് എന്ന് പറയുന്നത്. എത്ര പേരുണ്ട്, മൊത്തം എത്ര പേരാണ് വാർഡിലുള്ളത്, ആ ഒരു കണക്കെടുപ്പ് കാൽക്കുലേഷൻ നടത്താറുണ്ട് നഴ്സ്. ഓക്കെ. ഈ രണ്ട് പോയിന്റുകൾ നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ. 8th പോയിന്റും 8th 9th പിന്നെ അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതൊന്ന് മൈൻഡിൽ റീഡ് ചെയ്യുക, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തത്.
വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. നിങ്ങള് ഒരു കാര്യം ചെയ്യുക, സൈനോസിസ് ഒന്ന് എഴുതിക്കോളൂ കേട്ടോ. സൈനോസിസ് ഒന്ന് എഴുതിക്കോളൂ, പറഞ്ഞുതരാം കേട്ടോ. അറിയില്ലല്ലോ അതിനെ കുറിച്ച്? പറയട്ടെ, സൈനോസിസ് പറയട്ടെ. Cyanosis is a bluish discoloration. Bluish. B-L-U-I-S-H. Bluish discoloration of the skin. Bluish discoloration of the skin due to low oxygen levels in the blood. അതായത് സൈനോസിസ് എന്നത് രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം നമ്മുടെ സ്കിന്ന്, അതുപോലെ തന്നെ നമ്മുടെ നെയില്, അതിന്റെയൊക്കെ ഭാഗം നീല കളറിൽ കാണപ്പെടുന്നതാണ് സൈനോസിസ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, നമ്മുടെ രക്തത്തിലെ ഓക്സിജന്റെ അളവ് കുറയുന്നത് മൂലം നമ്മുടെ സ്കിന്ന്, അതുപോലെ തന്നെ നഖങ്ങള്, അതിന്റെയൊക്കെ അടിയിലായിട്ട് എന്ത് വരാം, നീല കളർ വരാം. ഓക്കെ, അതുപോലെ നമ്മുടെ സ്കിന്നിനും ബ്ലൂയിഷ് കളർ ഉണ്ടാവാം. ദാറ്റ് ഈസ് സൈനോസിസ്. ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. ഒന്നുകൂടി പറഞ്ഞുതരാം. Cyanosis is a bluish discoloration. ഇവിടെ നമ്മുടെ ടെക്സ്റ്റിലുണ്ട് ഡിസ്കളറേഷൻ എന്ന് പറഞ്ഞത് കേട്ടോ. ഓക്കെ, of the skin due to low oxygen levels in the blood. ഓക്കെ, എല്ലാവരുടെയും കഴിഞ്ഞോ? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം കേട്ടോ. 8th പോയിന്റ് നോക്കാം. നിങ്ങൾ ഫോളോ ഓർഡേഴ്സ് ബൈ ദ കൺസൾട്ടന്റ്. എന്താ അവിടെ പറയുന്നേ? അതായത് ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നുള്ളതാണ്. നഴ്സിന്റെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്താണ്? മെയിൻ ആയിട്ടും ഡോക്ടർ പറയുന്ന ഓർഡറുകൾ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് അല്ലെ. ഇപ്പൊ എന്താണ് അവിടെ പറയുന്നത്? ഇഫ് എനി ടെസ്റ്റ് ആർ പ്രിസ്ക്രൈബ്ഡ് ബൈ ദ ഡോക്ടർ, ദ നഴ്സ് മസ്റ്റ് മേക്ക് അറേഞ്ച്മെന്റ്സ് ടു carry out other procedures prescribed by the doctor if any. അതായത് എന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പൊ ഡോക്ടേഴ്സ് പേഷ്യന്റിന്റെ കാര്യത്തിൽ എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ നടത്താൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ട് രോഗികളെ അറേഞ്ച് ചെയ്യുക, അല്ലെങ്കിൽ ആ ടെസ്റ്റുകൾ നടത്താനുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളത് നഴ്സിന്റെ ഡ്യൂട്ടിയാണ്. ഇപ്പോ പുതുതായിട്ട് വരുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ, ചിലപ്പോ ആദ്യമായിട്ട് ഒരു ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യന്റ് ആണെങ്കിൽ ചിലപ്പോ അദ്ദേഹത്തിന് അറിയില്ലായിരിക്കും എവിടെയാണ് ലബോറട്ടറി, അല്ലെങ്കിൽ എവിടെയാണ് എക്സ്റേ എടുക്കുന്ന ഏരിയ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിലപ്പോൾ അറിയില്ലായിരിക്കാം. അപ്പൊ ഡോക്ടർ അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ എന്താണ് കറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിന് അതിനെ കുറിച്ചുള്ള അവയർനെസ് കൊടുക്കേണ്ടതും കറക്റ്റ് ആയിട്ട് അതിന്റെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞു കൊടുക്കേണ്ടതും ആരാണ്? നഴ്സാണ്. എന്തെങ്കിലും ടെസ്റ്റുകൾ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്തു കൊടുക്കുക എന്നുള്ളത് ആരുടെ ഡ്യൂട്ടിയാണ്? നഴ്സിന്റെ ഡ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. then അടുത്ത പോയിന്റ് നോക്കാം നമുക്ക്. 9th പോയിന്റ് എന്താണ് പറയുന്നതെന്ന്? കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്. ഇഫ് എ പേഷ്യന്റ് ഈസ് വിയറിംഗ് ഹോസ്പിറ്റൽ ഡ്രസ്, the patient's clothes should be handed over to relatives. In case of absence of relatives, clothing is numbered
labeled and kept in store until such time it is handed over to relatives. Engage the client to send jewelry, money, and other valuables such as watches to home with the relatives. Make him understand if he keeps something with himself, it is at his own risk. എന്താണ് ഇവിടെ പറയുന്നത്? അതായത് വിലപ്പെട്ട വസ്തുക്കളുടെയും വസ്ത്രങ്ങളുടെയും പരിപാലനത്തെ കുറിച്ചിട്ടാണ്, അല്ലെ? കെയറിനെ കുറിച്ചാണ്, മെയിൻ്റനൻസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. വിലപ്പെട്ട വസ്ത്രങ്ങള് അല്ലെങ്കിൽ വസ്തുക്കള്, അതെന്താണ് അങ്ങനെ പറയുന്നേ? നമുക്കറിയാം അല്ലെ, പേഷ്യന്റ് വരുമ്പോൾ പേഷ്യന്റെ കയ്യിൽ ചിലപ്പോൾ എന്തുണ്ടാവാറുണ്ട്? വാല്യുബിൾ ആയിട്ടുള്ള ക്ലോത്ത്സ് ഉണ്ടാകാം, അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള ഒബ്ജക്റ്റുകൾ എന്തെങ്കിലും ഉണ്ടാകാം, അല്ലെ? വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടാവാം. അപ്പൊ ഇത്തരം കേസുകളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നഴ്സ് പറഞ്ഞു കൊടുക്കേണ്ടത്? ജ്വല്ലറി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ഹോസ്പിറ്റൽ ഡ്രസ്സിലായിരിക്കുന്ന രോഗിയുടെ വസ്ത്രങ്ങൾ ബന്ധുക്കൾക്ക് കൈമാറണം. അതായത് ഹോസ്പിറ്റലിൽ വരുമ്പോഴാണ് ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഹോസ്പിറ്റലിൽ വരുമ്പോ എന്താണ്, ചില ഹോസ്പിറ്റലുകാർ എന്ത് ചെയ്യാറുണ്ട്? ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അല്ലെ? ഹോസ്പിറ്റൽ പേഷ്യൻസിന് വേണ്ടിയിട്ട് പേഷ്യന്റ് ഡ്രസ്സ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്. അപ്പോ അത്തരത്തിലുള്ള സിറ്റുവേഷനിലുള്ള രോഗികളാണെങ്കിൽ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്ത് ചെയ്യണം? മാറ്റണം, അല്ലെ? മാറ്റിയിട്ട് വേണം ഇവര് തരുന്ന ഡ്രസ്സ് ധരിക്കാനായിട്ട്. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? ഡ്രസ്സ് എന്ത് ചെയ്യണം? പലതരത്തിലുള്ള പല കളറിലുള്ള ഡ്രസ്സ് ഉണ്ടാവാം. അപ്പൊ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണ്? ഡ്രസ്സ് ആദ്യം, അതായത് പേഷ്യന്റ് ധരിച്ചു വന്നിരിക്കുന്ന ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് അത് എന്ത് ചെയ്തിരിക്കണം? പേഷ്യന്റിന്റെ ബന്ധുക്കൾക്ക് കൈമാറണം, റിലേറ്റീവ്സിന് കൈമാറണം. ഓക്കെ, അതാണ് അവിടെ ഫസ്റ്റ് പറയുന്നത്. ഇനി ബന്ധുക്കളില്ലാത്ത, റിലേറ്റീവ്സ് ഇല്ലാത്ത പേഷ്യൻസ് ആണെങ്കിൽ എന്ത് ചെയ്യാം? ഒന്ന് നിങ്ങൾ ഓർത്തു നോക്കിയേ. ഇപ്പോ പേഷ്യന്റെ കൂടെ ആരും തന്നെ ഇല്ല, ഓക്കെ, ബൈസ്റ്റാൻഡറോ അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സോ ആരും തന്നെ ഇല്ലെന്ന് വിചാരിക്കാം. അപ്പൊ അവർക്ക് കൊടുക്കാനായിട്ട് പറ്റില്ല. അത്തരം ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം? ബന്ധുക്കളില്ലെങ്കിൽ വസ്ത്രങ്ങൾ, അതായത് പേഷ്യന്റിന്റെ എല്ലാത്തരം ഒബ്ജക്റ്റുകളും, അതിപ്പോ വസ്ത്രം ആയിക്കോട്ടെ, ജ്വല്ലറി ആയിക്കോട്ടെ, പേഴ്സ് ആയിക്കോട്ടെ, എന്തെല്ലാം കാര്യങ്ങളായിരിക്കും, ക്യാഷ് ആയിക്കോട്ടെ, അതെന്ത് ചെയ്യണം? നമ്പർ ഇട്ട് ലേബൽ ചെയ്ത് ലോക്കറിൽ സൂക്ഷിക്കണം, കേട്ടോ. അപ്പൊ ബന്ധുക്കൾ ഇല്ലാത്ത പേഷ്യന്റ് ആണെങ്കിലാണ് ഞാൻ ഈ പറയുന്നത്, അത് ജ്വല്ലറി ആകാം, ക്യാഷ് ആകാം, പേഴ്സ് ആകാം, അല്ലെങ്കിൽ എന്തെങ്കിലും വാച്ച് ഐറ്റംസ്, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യമാകാം. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്പർ ഇട്ട് ലേബൽ ചെയ്ത് ലോക്കറിൽ സൂക്ഷിക്കണം. പിന്നെ അതുപോലെ തന്നെ എന്താണ്, ഇനി എന്താ പറയാ, ബന്ധുക്കൾ ഉള്ളവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആഭരണങ്ങളോ അല്ലെങ്കിൽ വിലപ്പെട്ട വസ്തുക്കളോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മള് റിലേറ്റീവ്സിന് കൈമാറണം. ഓക്കെ, ഇനി ചില പേഷ്യൻസ് എന്ത് ചെയ്യില്ല, ഇത് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് സമ്മതിക്കില്ല. ഓക്കെ, ഇപ്പൊ ബന്ധുക്കൾ ഉണ്ടെങ്കിൽ കൂടിയും അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ട് സമ്മതിക്കാറില്ല. അപ്പോ ഈ ഹോസ്പിറ്റല് അല്ലെങ്കിൽ ഹോസ്പിറ്റല് എന്താ പറയാ, അവരുടെ സൂപ്പർവിഷനില് ലോക്കറിൽ സൂക്ഷിക്കാനായിട്ട് ചില പേഷ്യൻസ് സമ്മതിക്കാറില്ല. അപ്പൊ അങ്ങനെയുള്ള പേഷ്യൻസ് ആണെങ്കിൽ, അതായത് എന്താ പറയാ, തരാനായിട്ട് മടിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ, ഇപ്പോ കൊടുക്കാനായിട്ട് ബന്ധുക്കൾക്ക് കൊടുക്കാനും ഹോസ്പിറ്റലിൽ കൊടുക്കാനും മടിയുള്ള പേഷ്യൻസ് ആണെങ്കിൽ, അത്തരത്തിലുള്ള പേഷ്യൻസ് ആണെങ്കിൽ അവരുടെ ഉത്തരവാദിത്വത്തിലായിരിക്കണം ഈ പറഞ്ഞ ഒബ്ജക്ട്സ് ഒക്കെ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം, അല്ലെ? ഹോസ്പിറ്റലിന് ഇതുമായി ബന്ധപ്പെട്ട് ഇത് നഷ്ടപ്പെട്ടാൽ ഹോസ്പിറ്റലിന് യാതൊരു തരത്തിലുള്ള ഉത്തരവാദിത്തമില്ല. കാരണം പേഷ്യന്റിന്റെ റിസ്കിലാണ് അത് സൂക്ഷിക്കുന്നത്, അല്ലെ? അപ്പൊ അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ സിറ്റുവേഷൻ വരുമ്പോൾ പേഷ്യന്റിനെ ഓറിയന്റ് ചെയ്യണം. ഇത് തന്റെ ഉത്തരവാദിത്വമാണെന്ന് ഓറിയന്റ് ചെയ്യേണ്ട ആവശ്യകതയും ഉണ്ട്. ഓക്കെ, ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി എങ്ങനെയാണ് അഡ്മിഷൻ ഫ്രം എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, അതായത് എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള അഡ്മിഷൻ എങ്ങനെയാണെന്നാണ് താഴെ പറയുന്നത്, കേട്ടോ. നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് പോയിന്റ്, when they get confirmation that a patient has arrived with an emergency to the hospital campus, the first thing they do is give a call to ward boys and patient attendants to shift the patient from ambulance to stretcher. ഒരു രോഗി
എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിയതായി കൺഫർമേഷൻ ലഭിച്ചാൽ ഉടനെ തന്നെ വാർഡ് ബോയ്സിനെ വിളിച്ച് ആംബുലൻസിൽ നിന്നും സ്ട്രെച്ചറിലേക്ക് രോഗിയെ മാറ്റാനായിട്ട് പറയുക. ഓക്കെ, എന്താണ് ചെയ്യേണ്ടത്? ഒരു രോഗി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എത്തിയതായി സ്ഥിരീകരണം കൺഫർമേഷൻ ലഭിച്ചു കഴിഞ്ഞാല് ഉടനെ തന്നെ വാർഡ് ബോയ്സിനെ വിളിക്കുകയും ആംബുലൻസിൽ നിന്ന് സ്ട്രെച്ചറിലേക്ക് മാറ്റാനായിട്ട് പറയുകയും ചെയ്യുക. രണ്ടാമത്തെ പോയിന്റ്, ഗിവ് എ കോൾ ടു എ മെഡിക്കൽ ഓഫീസർ. ഉടൻ തന്നെ മെഡിക്കൽ ഓഫീസറെ വിവരം അറിയിക്കുക. ഓക്കെ, മൂന്നാമത്തെ പോയിന്റ്, after the medical officer examines the patient, they ask him as to where they have to shift a patient. മെഡിക്കൽ ഓഫീസർ രോഗിയെ പരിശോധിച്ച് എവിടേക്ക് മാറ്റണമെന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, അപ്പൊ ആരാണ് രോഗിയെ പരിശോധിക്കുന്നത്? എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വരുന്ന മെഡിക്കൽ ഓഫീസർ ആണ് പേഷ്യന്റിനെ പരിശോധിക്കുന്നത്. എന്നിട്ട് എവിടേക്കാണ് അദ്ദേഹത്തെ മാറ്റണമെന്ന് തീരുമാനിക്കുന്നു. ഓക്കെ, നാലാമത്തെ പോയിന്റ്, generally they shift the patient to the ICU and after the patient becomes stable, only then shift the patient to the concerned ward. Okay, normally ICU-ലായിരിക്കും ഭൂരിഭാഗം പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യുക. ഇനി അവരൊന്ന് സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അത് തന്നെ ICU-ലേക്കായിരിക്കും കൊണ്ടുപോകുന്നത്. പക്ഷെ പിന്നീട് അവർ സ്റ്റേബിൾ ആയി കഴിയുമ്പോൾ വാർഡിലേക്ക് അവര് ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. അഞ്ചാമത്തെ പോയിന്റ്, ആഫ്റ്റർ കൗൺസിലിംഗ് വിത്ത് ദ consultants and permission of the same, they register patients in the IPD register and in their software too. കൺസൾട്ടന്റ് പെർമിഷനോട് കൂടി IPD രജിസ്റ്ററിൽ രോഗിയെ രജിസ്റ്റർ ചെയ്യുന്നു. ഓക്കെ, പിന്നീട് എന്താ ചെയ്യുന്നേ? കൺസൾട്ടന്റ് ഉണ്ടല്ലോ, നോക്കിയ കൺസൾട്ടന്റിന്റെ പെർമിഷനോട് കൂടി എന്ത് ചെയ്യുന്നു? IPD രജിസ്റ്റർ, അതായത് ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്ററിൽ എന്ത് ചെയ്യുന്നു? ഈ രോഗിയെ രജിസ്റ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ സിസ്റ്റത്തിലും ഫീഡ് ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. ഓക്കെ, ആറാമത്തെ പോയിന്റ്, fill the patient's consent form and after telling them the purpose and the meaning of the form, get it signed by the patient's relatives. അതായത് രോഗിയുടെ ബന്ധുക്കളെ കൊണ്ട് കൺസെന്റ് ഫോം വായിച്ചതിന് ശേഷം അത് പൂരിപ്പിച്ച്, അതായത് കൺസെന്റ് എന്തിനു വേണ്ടിയിട്ടാണ് സൈൻ ചെയ്യുന്നത്, എന്താണ് അതിന്റെ ഉദ്ദേശം, അതിനുള്ള ഡീറ്റെയിൽ ഒക്കെ പേഷ്യന്റിനായാലും റിലേറ്റീവ്സിനായാലും ഇൻഫോർമേഷൻസ് കൊടുത്തതിന് ശേഷം കൺസെന്റ് ഫോം രോഗിയിൽ നിന്നോ അല്ലെങ്കിൽ രോഗിയുടെ ബന്ധുക്കളിൽ നിന്നോ സൈൻ ചെയ്ത് വാങ്ങിക്കുന്നു. ഓക്കെ, സെവൻത് പോയിന്റ്, send the file of patient to the corresponding ward. There the medical officer has asked the patient to be shifted. രോഗിയുടെ ഫയൽ രോഗിയെ മാറ്റേണ്ട വാർഡിലേക്ക് അയക്കുന്നു. ഓക്കെ, ഏത് വാർഡിലേക്കാണ് കൊണ്ടുപോകുന്നത് ആ വാർഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഈ ഫയല് അയക്കുന്നു, സെൻഡ് ചെയ്യുന്നു. The last, 8th one, confirming that the file of the patient is received by the MO of the corresponding ward. രോഗിയുടെ ഫയൽ ലഭിച്ചുവെന്ന് അവിടെയുള്ള മെഡിക്കൽ ഓഫീസർ സ്ഥിരീകരിക്കുന്നു അല്ലെങ്കിൽ കൺഫേം ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഇത് നമുക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കിയാൽ ഇത്ര വലിയ ക്വസ്റ്റ്യൻ ഒന്നും എക്സാമിന് വരില്ല കേട്ടോ. വായിച്ച് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ആ ഒരു പ്രൊസീജിയർ അറിഞ്ഞിരിക്കണം അല്ലെ? നിങ്ങൾ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാനുള്ളവരാണ്. അപ്പൊ എങ്ങനെയാണ് ആ പ്രൊസീജിയർ എന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് ഇത്രയും വലിയൊരു സെന്റൻസ് വായിച്ചു നിർത്തിയത്. ഓക്കെ ഓക്കെ, അപ്പൊ നമ്മുടെ ചാപ്റ്റർ ഇവിടെ കഴിഞ്ഞു കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ചാപ്റ്റർ എങ്ങനെയുണ്ടായിരുന്നു? നല്ലതായിരുന്നോ? നല്ലതായിരുന്നോ അല്ലെങ്കിൽ ബോറായിരുന്നോ? മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ. മെഡിക്കൽ ഓഫീസർ ആണ് എംഒ. സിമ്പിൾ ആയിരുന്നു അല്ലെ? മെഡിക്കൽ ഓഫീസർ ആണ് കേട്ടോ എംഒ. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് ഞാൻ ഇമ്പോർട്ടന്റ് പോയിന്റ് തന്നായിരുന്നോ?
എവിടം വരെ തന്നായിരുന്നു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്? എന്തെങ്കിലും തന്നായിരുന്നോ? ഒന്നും തന്നെ തന്നിട്ടില്ല, ഒന്നും തന്നിട്ടില്ല ഈ ചാപ്റ്ററിൽ നിന്ന് അല്ലെ? ഓക്കെ, അപ്പോ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ഹെഡിങ് കണ്ടോ നിങ്ങൾ? അതിനകത്ത് 3 പോയിന്റ് കേട്ടോ, ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ് 3 പോയിന്റും ഇമ്പോർട്ടന്റ് ആണ്. ഇൻഡോർ പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അതുപോലെ തന്നെ 24 hours ഒക്കെ വരുന്ന ഒരു പാരഗ്രാഫ് കണ്ടില്ലേ? പിന്നെ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ റിലേ ഓൺ സിവിറിറ്റി ഓഫ് ദ പേഷ്യന്റ് ഇൽനെസ്. അതുവരെ ആ 3 പോയിന്റ്സും അണ്ടർലൈൻ ചെയ്ത് പോവാം. പിന്നെ സെക്കൻഡ് ചോദിക്കാം, പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർസ് ചോദിക്കാം. വാട്ട് ആർ ദ പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ? അങ്ങനെയുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ താഴെയുള്ള കാര്യങ്ങളൊക്കെ വരാം, ഓൾ ഓഫ് ദ എബോവ് ഒക്കെ വരാം കേട്ടോ. വേറെ ഒന്നുമില്ല, ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന ആദ്യത്തെ 3 പോയിന്റ്സ് ഉണ്ടല്ലോ, അത് മൊത്തമേ എന്ത് ചെയ്യാം, നോട്ട് ചെയ്യാം, ടിക്ക് ചെയ്ത് പോവാ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പർപ്പസ് ഓഫ് അഡ്മിഷൻ പ്രൊസീജിയർ ഒന്ന് നോക്കുക, അത് നോക്കാനുണ്ട്, അത് മൊത്തമേ നോക്കുക കേട്ടോ, ടോട്ടലായിട്ട് തന്നെ നോക്കുക. പിന്നെ ടൈപ്സ് ഓഫ് അഡ്മിഷനിൽ എമർജൻസി അഡ്മിഷൻ എന്താണെന്ന് ചോദിക്കാം, അതിന്റെ എക്സാമ്പിൾ ചോദിക്കാം. അപ്പോ അഡ്മിഷൻ 2 തരം, 2 ടൈപ്പ് ഉണ്ട് അല്ലെ? ആ 2 ടൈപ്പ് അഡ്മിഷനും ചോദിക്കാം, അതിന്റെ എക്സാമ്പിളും ചോദിക്കാം. റൂട്ടീൻ അഡ്മിഷനും ചോദിക്കാം, എമർജൻസി അഡ്മിഷൻ ചോദിക്കാം വിത്ത് എക്സാമ്പിൾ. ഓക്കെ, ഒബ്ജക്റ്റീവ് ടൈപ്പ് ആണ് ചോദിക്കുക. അപ്പൊ അത് പഠിച്ചു വെക്കാം, അതിൽ നിന്ന് ചോദ്യം ഇടും കേട്ടോ. പിന്നെ ഈ ഒരു പോയിന്റ് കേട്ടോ, ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. 3 തരത്തിലാണ് കൊണ്ടുപോകുന്നത് അല്ലെ? ഒന്ന് അറ്റൻഡർ വന്ന് കൊണ്ടുപോവാം, പിന്നെ മറ്റൊന്ന് എന്താ പറയാ, വീൽ ചെയറിൽ കൊണ്ടുപോവാം, അല്ലെങ്കിൽ സ്ട്രക്ചറിൽ കൊണ്ടുപോവാം. അപ്പൊ ആ ഒരു ഇത് ചോദിക്കാറുണ്ട്, ആ ഒരു വേ ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണെന്ന് ചോദിക്കാം. 4ാമത്തെ പോയിന്റ്, ട്രാൻസ്പോർട്ടിംഗ് ദ ക്ലയന്റ് ഫ്രം OPD ടു IPD. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കോൾ ലൈറ്റ് എന്താണ്, അലേർട്ടിംഗ് ഡിവൈസ് ആണ്, അത് ചോദിക്കാം. പിന്നെ സൈഡ് റെയിൽസ് എന്താണ്, അത് ചോദിക്കാം. പിന്നെ കെയർ ഓഫ് വാല്യുബിൾ ആൻഡ് ക്ലോത്തിങ്, കെയർ ഓഫ് വാല്യുബിൾസ് ആൻഡ് ക്ലോത്തിങ്. ആ പോയിന്റ്, ആ പാരഗ്രാഫ് ഒന്ന് നോക്കി വെക്കാം കേട്ടോ. കെയർ ഓഫ് വാല്യുബിൾസ് ആൻഡ് ക്ലോത്തിങ്. ഓക്കെ, ഓക്കെ അല്ലേ? മഞ്ഞപ്പിത്തം, ജോണ്ടിസ് മഞ്ഞപ്പിത്തമാണ് കേട്ടോ, മഞ്ഞപ്പിത്തം. സൈഡ് റെയിൽസ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നല്ലോ, എഴുതിയില്ലേ സൈഡ് റെയിൽസ്? ബാരിയർ ആണ് കേട്ടോ, അറ്റാച്ച് ടു ദ ബെഡ്. ഒരു ബാരിയർ പോലെയുള്ളതാണ് നമ്മുടെ ബെഡിന്റെ സൈഡിലായിട്ട്. കുഞ്ഞുങ്ങളൊക്കെ ഉള്ള പീഡിയാട്രിക് വാർഡിലാണെങ്കിൽ എല്ലാത്തിലും ഉണ്ടാവും, എല്ലാ ബെഡിലും നമുക്ക് കാണാൻ പറ്റും. പീഡിയാട്രിക് വാർഡ്, കുഞ്ഞുങ്ങളുടെ വാർഡില്ലേ, അത് പ്രത്യേകം എല്ലാ ബെഡിലും സൈഡ് റെയിൽസ് കാണാറുണ്ട്. ഫിഫ്ത്ത് പോയിന്റോ? ഫിഫ്ത്ത് പോയിന്റ് ഏതാ പറയുന്നേ? പ്രിലിമിനറി ഒബ്സർവേഷനോ?
മനസ്സിലാകുന്നില്ല കേട്ടോ, ഏതാണെന്നൊന്ന് സെന്റൻസ് ഒന്ന് ടൈപ്പ് ചെയ്ത് വിടൂ കേട്ടോ. കറക്റ്റ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് നമ്പർ എന്തോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററിലോട്ട് പോകാം. ലബോറട്ടറി സർവീസ് അറിയാൻ പറ്റുമല്ലോ, ഒരിക്കലെങ്കിലും പോവാത്തവരുണ്ടോ ലബോറട്ടറിയില്? ഇത് മൊഡ്യൂൾ 2-ലാണ് കേട്ടോ. കയ്യിലുണ്ടല്ലോ നിങ്ങളുടെ, കാണുന്നില്ലേ? ലബോറട്ടറി മൊഡ്യൂൾ 2 ആണ്. ഓക്കെ, നമുക്കൊന്ന് തുടങ്ങി വെക്കാനേ പറ്റുള്ളൂ, അതിനുള്ള സമയം നമ്മുടെ കയ്യിലുള്ളൂ കേട്ടോ. അപ്പൊ ഒന്ന് തുടങ്ങി വെക്കാം. ഓക്കെ, അത് നിങ്ങളൊന്ന് റീഡ് ചെയ്യേ, ഫസ്റ്റ് പാരാഗ്രാഫ് മാത്രം ഒന്ന് റീഡ് ചെയ്യാം കേട്ടോ. വായിച്ചു കഴിയുമ്പോ ഒന്ന് തമ്പ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം ഇൻട്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. എ മെഡിക്കൽ ലബോറട്ടറി ഓർ ക്ലിനിക്കൽ ലബോറട്ടറി is a place where tests are done on clinical specimens to get information about the health of a patient, to help in diagnosis, treatment, and prevention of disease. Medical laboratories differ in size and complexity, and so provide different types of testing services. Medical laboratory is a part of the laboratory that is equipped with various biomechanical instruments, equipments, materials, and reagents for carrying out different laboratory investigative activities by using biological specimens. Okay, അപ്പൊ നമുക്ക് നോക്കാല്ലോ എന്താണെന്ന്. അതായത് ഒരു രോഗിയുടെ രോഗനിർണയം നടത്താൻ ഇവിടെ പറയുന്നുണ്ട് അല്ലെ. നോക്കിയാ നിങ്ങള്, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ്, രോഗനിർണയ ചികിത്സ അല്ലെങ്കിൽ രോഗനിർണയം നടത്താൻ, അവർക്ക് ചികിത്സ കൊടുക്കാൻ. ഓക്കെ, അവർക്ക് എന്ത് കൊടുക്കാനാണ്? ചികിത്സ, അതായത് ട്രീറ്റ്മെന്റ് കൊടുക്കാനും രോഗിയുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫോർമേഷൻസ് ലഭ്യമാകണം. ഒരു രോഗി രോഗവുമായിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാല് അദ്ദേഹത്തിന്റെ രോഗനിർണയം, അദ്ദേഹത്തിന്റെ രോഗം എന്താണെന്ന് കണ്ടുപിടിക്കാനും കണ്ടുപിടിച്ചതിന് ശേഷം അതിനനുസരിച്ച് ട്രീറ്റ്മെന്റ് കൊടുക്കാനും എന്താവശ്യമാണ്? അദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹെൽത്ത് ഇൻഫോർമേഷൻ ആവശ്യമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹെൽത്ത് ഇൻഫോർമേഷൻ, അതായത് ആ രോഗിയുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ക്ലിനിക്കൽ സ്പെസിമെൻസിൽ ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലത്തെ നമുക്ക് ലബോറട്ടറി എന്ന് വിളിക്കാം. ചിലപ്പോ കേട്ടിട്ടൊന്നും മനസ്സിലായെന്ന് വരില്ല, ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ, വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാം. ഒരു രോഗിയുടെ രോഗനിർണയം നടത്താനും അതുപോലെ തന്നെ രോഗത്തെ തടയാനും, ഓക്കെ, ഒരു രോഗം വന്നു കഴിഞ്ഞാൽ അതിനെ പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും, പിന്നെ അതുപോലെ തന്നെ അവർക്ക് ചികിത്സ കൊടുക്കാനും രോഗിയുടെ ആരോഗ്യ വിവരങ്ങൾ പൂർണ്ണമായും ലഭ്യമാക്കണം അല്ലെ. അപ്പൊ ഇത്തരം വിവരങ്ങൾ പൂർണ്ണമായും ലഭിക്കുന്നതിന് വേണ്ടി ക്ലിനിക്കൽ സ്പെസിമെൻസിൽ ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലത്തെ നമുക്ക് എന്ത് വിളിക്കാം? ലബോറട്ടറി എന്ന് വിളിക്കാം. അപ്പൊ എന്താണ് ഈ ക്ലിനിക്കൽ സ്പെസിമെൻസ് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഡോക്ടേഴ്സ് പറയുന്നുണ്ടല്ലോ, ക്ലിനിക്കൽ സ്പെസിമെൻസിൽ ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലമാണ് ലബോറട്ടറി എന്ന്. എന്താണ് ക്ലിനിക്കൽ സ്പെസിമെൻസ്?
ഒന്ന് കമന്റ് ചെയ്തേ. എന്താണ് ക്ലിനിക്കൽ സ്പെസിമെൻസ്? അറിയില്ല. ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാല് അവിടെ വന്നു, ബ്ലഡ് എന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, പറയാം കേട്ടോ. ഇറ്റ്സ് എ ബയോളജിക്കൽ സ്പെസിമെൻ. ഹ്യൂമൻ ബോഡിയിൽ നിന്ന് രോഗനിർണയത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്ന സാമ്പിൾസ് ആണ് ക്ലിനിക്കൽ സ്പെസിമെൻസ്. ഓക്കെ, ഹ്യൂമൻ ബോഡിയിൽ നിന്ന് രോഗനിർണയത്തിന് വേണ്ടി കളക്ട് ചെയ്യുന്ന സാമ്പിൾസിനെയാണ് നമ്മൾ എന്ത് പറയാ? ക്ലിനിക്കൽ സ്പെസിമെൻസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ ബ്ലഡ്, യൂറിൻ, സെറം, പ്ലാസ്മ. ഓക്കെ, ബ്ലഡ് ഉണ്ട്, യൂറിൻ ഉണ്ട്, സെറം ഉണ്ട്, പ്ലാസ്മ ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ക്ലിനിക്കൽ സ്പെസിമെന്റിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്താൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് ടെസ്റ്റുകൾ നടത്താൻ പറ്റൂ, അല്ലെ? അപ്പൊ ഇത്തരത്തിലുള്ള ടെസ്റ്റുകൾ നടത്തുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലബോറട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു 2-3 സെന്റൻസ് കേട്ടോ ആദ്യത്തെ പറയുന്നേ. പിന്നെ അതുപോലെ തന്നെ മെഡിക്കൽ ലബോറട്ടറീസ് എന്ന് പറഞ്ഞാല് അതിന്റെ എന്താ പറയാ, സൈസ് വ്യത്യാസമാണ്. ചെറിയ ലാബ് തൊട്ട് വലിയ ലാബ് വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് നൽകുന്ന സേവനങ്ങൾക്കനുസരിച്ച്. നമുക്ക് തന്നെ അറിയാം, നമ്മുടെ നാട്ടില് ചെറിയ ലാബുകളും ഉണ്ട്, വലിയ ലാബുകളും ഉണ്ട്, അല്ലെ? അപ്പൊ ലാബ് അതിന്റെ, അതായത് ലബോറട്ടറി അതിന് നൽകുന്ന സേവനത്തിനനുസരിച്ച് അതിന്റെ സൈസിൽ എന്ത് ചെയ്യാം, വ്യത്യാസങ്ങള് ഉണ്ടാകാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്യുപ്മെന്റുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ചെറിയ ലാബിലാണെങ്കിൽ കുറച്ച് എക്യുപ്മെന്റ് ഉണ്ടാവുള്ളൂ, വലിയ ലാബിലാണെങ്കിൽ വലിയ എക്യുപ്മെന്റുകളാണ് ഉണ്ടാവുക. അത് ലാബ് കൊടുക്കുന്ന സേവനങ്ങൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നതായിരിക്കും. ഓക്കെ, അപ്പോ വലിയ ലാബാണെങ്കിൽ വലിയ രീതിയിൽ ഫെസിലിറ്റീസ് ഉണ്ടാവും, വലിയ എക്യുപ്മെന്റ്സ് വെച്ചിട്ട് നമ്മൾക്ക് പല തരം ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ട് പറ്റും. ചെറിയ ലാബുകളാണെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് അതിന് ഉണ്ടാകും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരു ലാബില് പലതരം എക്യുപ്മെന്റ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്, അല്ലെ? അപ്പൊ അതിനകത്ത് ഒന്നാണ് ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്ന് പറയുന്നത്. ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്? നമ്മുടെ സാമ്പിള് മെഷർ ചെയ്യുന്നതും എക്സാമിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, മനസ്സിലായോ? ബയോമെക്കാനിക്കൽ ഇൻസ്ട്രുമെന്റ്സ് എന്തിനാണ്? നമ്മുടെ സാമ്പിള് മെഷർ ചെയ്യുന്നതിനും, നമ്മൾ കൊടുക്കുന്ന സാമ്പിൾ ഉണ്ടല്ലോ അത് മെഷർ ചെയ്യുന്നതിനും എക്സാമിൻ ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്യുപ്മെന്റുകൾ ഉണ്ട് ലബോറട്ടറിയിൽ ഉപയോഗിക്കുന്നത്. ധാരാളം എക്യുപ്മെന്റ്സ് ഉണ്ട്, ചെറുത് തൊട്ട് വലുത് വരെ. അതായത് ചെറിയ എക്യുപ്മെന്റ് തുടങ്ങി വലിയ എക്യുപ്മെന്റ് വരെ എവിടെ ഉപയോഗിക്കാം? ലബോറട്ടറിയിൽ ഉപയോഗിക്കാം. അപ്പൊ എക്യുപ്മെന്റുകളെ കുറിച്ച് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ, നമ്മുടെ സമയത്ത്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? എക്യുപ്മെന്റുകളെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, നമ്മുടെ മിസ് കാത്തിരിക്കുകയാണ് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോ താങ്ക് യു കേട്ടോ. ഡൗട്ട് ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു. ഈ പേഷ്യന്റുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അത് വെള്ളിയാഴ്ച എന്നോട് ചോദിക്കുക കേട്ടോ. ഫ്രൈഡേ ആണല്ലോ എനിക്ക് ക്ലാസ് വരുന്നത്. അപ്പൊ ഫ്രൈഡേ എന്നോട് ചോദിക്കുക കേട്ടോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ബൈ കേട്ടോ.